ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് പുതിയൊരു വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മണ്ണാർക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലം വരെ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിന് കയറിയിരുന്നു. പക്ഷേ ബസ് ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ ഓൾറെഡി 11:30 ആയിരുന്നു. ഞാൻ എത്തുമ്പോൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. എങ്കിലും വലിയ കുഴപ്പമുണ്ടായില്ല. പുറപ്പെടുന്ന സമയത്ത് മഴയൊന്നും ഇല്ലെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് കഷ്ടകാലം കൊണ്ട് ഗംഭീര മഴയായിരുന്നു. കുഴപ്പമുള്ള ഗസാബോ ഹെറിറ്റേജിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അടിപൊളി ആംബിയൻസും കാര്യങ്ങളായിരുന്നു. സംഭവം നല്ല സെറ്റ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല രസം. അതിൻ്റെ ഇടയിൽ കുറേ മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ചെന്നപ്പോഴേക്കും ഓൾറെഡി ചെക്കനും പെണ്ണിൻ്റെയൊക്കെ ഇൻട്രോ ഓൾറെഡി കഴിഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അവനെ നോക്കി വിഷ് ചെയ്തു. ജസ്റ്റ് ഞങ്ങളെല്ലാവരും ചിരിച്ചു. അവനെ കുറേ ട്രോളി ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ കോളേജ് വിശേഷങ്ങൾ, ഞങ്ങളുടെ കുറേ എന്താ പറയുക കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പറയാനായിട്ട്. കാരണം വർഷങ്ങൾ കുറേ ആയി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട്. അതിലിടയ്ക്ക് കുറേ പേരുടെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അങ്ങനത്തെ കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ ചിന്മയ ഗ്യാങ് തന്നെ, ഒരു അന്തം വയ്ക്കാത്ത കുറേ പിള്ളേർ, അത്രേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഒരുപാട് വലുതായ പോലെ മെച്യൂരിറ്റി ഉള്ള പോലെ ഒന്നും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട്, കുറച്ച് സമയങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒരുപാട് വർഷം ബാക്കിലേക്ക് പോയൊരവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു ദിവസം നമുക്കായിട്ട് മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ കുറച്ച് പേരൊക്കെ പുറത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ജോലിയും കാര്യങ്ങളായിട്ടും പിന്നെ മാരേജ് ചെയ്ത് അങ്ങനെ പോയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ആ സമയത്ത് എത്താൻ പറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവരും കണ്ടു, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഫുഡിൻ്റെ മുകളിലായിരുന്നു എല്ലാവരും. അപ്പോൾ അതിനുശേഷം വീണ്ടും ഫോട്ടോസൊക്കെ എടുത്ത്, ഫോട്ടോസ് എപ്പോഴും ഞങ്ങൾക്ക് എടുക്കുക എന്നുള്ളത് പണ്ടേ ഉള്ള വീക്ക്നെസ്. കാരണം എന്താ വെച്ചാൽ നമുക്കത് വെച്ചിട്ട് വേണം അടുത്ത ട്രോളും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ടായിരുന്നു. എടുത്ത ഫോട്ടോ പിന്നെയും ഞങ്ങൾ അനലൈസ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും ട്രോളി. അപ്പോൾ അവസാനം പയ്യൻ വന്നു, യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു.